അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, രാവിലെ നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാം. കാലത്ത് മോർണിംഗ് വാക്ക്. അവരുടെ നടക്കുന്നതിന് ലക്ഷ്യമൊന്നും ഉണ്ടാവില്ല. രണ്ടുപേരും ഒന്നിച്ച് കുറേ നടന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു നമുക്ക് ഈ റൂട്ടിന് പോവാം. ഓക്കെ, നമുക്കതിൽ പോവാം. നമ്മൾ പോവാത്ത റൂട്ടാണല്ലോ. കുറേ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരിക്കാം, അത് തിരിക്കാം. അവർക്ക് ലക്ഷ്യമൊന്നുമില്ല, അവരെങ്ങനെ പോവാന്നുള്ളൂ. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ്, അവർ വാഹനത്തിൽ കയറും വണ്ടി പഠിക്കാൻ വേണ്ടി. അവർക്ക് ലക്ഷ്യമൊന്നും ഉണ്ടാവില്ല, അവരങ്ങനെ പോവുക. 5-6 കിലോമീറ്റർ അങ്ങോട്ട് ഓടി അത് തിരിച്ചിങ്ങോട്ടും വരും. അവർക്ക് ഓടണം, അത്രേ ഉള്ളൂ. വണ്ടി ഓടിച്ച് പഠിക്കുക, ഇത്രേ ഉദ്ദേശമുള്ളൂ. നമ്മൾ കാലത്ത് വണ്ടിയെടുത്ത് പോരാൻ സമയത്ത് നമ്മുടെ 2-3 വയസ്സായ മകന് അല്ലെങ്കിൽ മകള് വണ്ടിയിൽ കയറിയിരിക്കും, അല്ലെങ്കിൽ ബൈക്കിൽ കയറിയിരിക്കും. അല്ല മോനെ, നീ അങ്ങട്ടാ? അവന് ഉപ്പ എങ്ങട്ടാ പോണം? അങ്ങോട്ട്, എത്രേ ഉള്ളൂ. വേറെ ലക്ഷ്യമൊന്നുമില്ല. ഉപ്പ ഉപ്പാന്റെ വീട്ടിൽ കാണോ? അവിടേക്ക്. ഉമ്മാന്റെ വീട്ടിൽ കാണോ? അവിടേക്ക്. അവന് പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു ഗോളില്ലാത്ത, ഒരു ലക്ഷ്യമില്ലാത്ത യാത്രയല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഗോള് അച്ചീവ് ചെയ്യാൻ നമുക്ക് കഴിയണം. എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? എന്താണ് നമ്മുടെ പർപ്പസ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, തൂബാ ലിമൻ ത്വാല ഉംറുഹു വഹസുന അമലു. വിജയം ആർക്കാണ്? ഒരുപാട് കാലം ജീവിച്ചു, വഹസുന അമലു, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു. അതാണ് നമ്മുടെ ലക്ഷ്യം. സൽപ്രവർത്തനം, വർക്കൗട്ട് ആവണം. നമ്മുടെ ബോഡി, നമ്മുടെ ചിന്ത ഒക്കെ വർക്ക് ചെയ്യണം. ലി അബുലുവക്കും അയ്യക്കും അസ്സനു അമല. എനിക്കൊരു പരീക്ഷ നടത്തണം. നിങ്ങളെ ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ആ എക്സാമിൽ വിജയിക്കണം. അതാണ് നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ്. ആ എൻക്വയറിക്ക് നമ്മളൊക്കെ വിധേയരാവുകയും അതിൽ വിജയം വരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റുകയുള്ളൂ. അതൊക്കെ ചോദിക്കുന്നുണ്ട്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ. വെറുതെ പഠിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ ധാരണ വേണ്ട. വെറുതെ പഠിച്ചതല്ല, നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ട്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന. നിങ്ങൾ വെറുതെ സ്വർഗത്തിൽ കടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അധ്വാനിക്കണം. തറൂമുൽ ഇസ്സ സുമ്മ തനാമു ലൈല. മാന്മാർ ചോദിക്കണ്ടേ, അന്തസ് കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു, രാത്രി സുഖമായിട്ട് കടന്നുറങ്ങും ചെയ്യുന്നു. രാത്രി സുഖമായി ശാന്തഗംഭീരമായ നിദ്രയിലേക്ക് പ്രവേശിക്കുന്നു. ഉറക്കമൊഴിക്കാൻ സന്നദ്ധനല്ല. എന്നതിന് അന്തസ്സുള്ള ജീവിതം കൊതിക്കുന്നു അല്ലേ? അത് നടക്കൂല. കൈ നനയാതെ മീൻ പിടിക്കാൻ സാധ്യമല്ല. താരാഘോഷങ്ങൾക്ക് പിന്നിൽ കഠിനാധ്വാനത്തിൻ്റെ കഥകൾ പറയാനുണ്ടാവും. മുൾക്കിരീടമണിയാതെ, കനൽപഥങ്ങളിലൂടെ സഞ്ചരിക്കാതെ ഒരാൾക്കും വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഐസ് കട്ട അത് നിലനിൽക്കണമെങ്കിൽ അതിന് അനുയോജ്യമായ അറ്റ്മോസ്ഫിയർ വേണം. അവിടെ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. നമ്മുടെ ആത്മീയത ചോർന്നു പോകാതെ നിലനിൽക്കണമെങ്കിൽ അതിന് പറ്റിയ സാഹചര്യവും ചുറ്റുപാടും കൂട്ടുകെട്ടുമൊക്കെ നമുക്ക് അനിവാര്യമാണ്. ആ അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയത നിലനിൽക്കുകയുള്ളൂ. നമ്മുടെ വീടുകളിലൊക്കെ അലമാരിയിൽ ശില്പങ്ങൾ കാണാം. ആ ശില്പങ്ങൾ നിർമ്മിച്ച കല്ലുകൾ ഒരു കാലത്ത് ചളിക്കുണ്ടിലായിരുന്നു. ഒരു ശില്പിയുടെ കയ്യിൽ കിട്ടിയപ്പോൾ നല്ല ശില്പമായി മാറി. ഇതേപോലെ നമ്മെയും
എക്സ്പീരിയൻസിലൂടെ പാകപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം അത് നല്ല സാഹചര്യവും നല്ല കൂട്ടുകെട്ടും നല്ല ബന്ധങ്ങളും നമുക്കുണ്ടെങ്കിൽ ആ ജീവിതം ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധിക്കും. അതല്ല നമ്മുടെ പരിസരം, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ അറ്റ്മോസ്ഫിയർ, നാമുമായി ബന്ധപ്പെടുന്ന ആളുകളൊക്കെ മോശക്കാരാണ് എങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഐസ് കട്ട നിലനിൽക്കണമെങ്കിൽ അതിന് അനുയോജ്യമായ ഒരു ഫ്രിഡ്ജോ ഫ്രീസറോ ഒക്കെ വേണം എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മുടെ ആത്മീയതയും നിലനിൽക്കണമെങ്കിൽ അത്തരമൊരു ചുറ്റുപാടിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് നേടിയെടുക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. റഹ്മത്തിക യാ റബ്ബൽ ആലമീൻ.